വീഡിയോയിൽ ഞാനൊരു ചെറിയൊരു സംശയം ഒരാളുടെ കമന്റിനുള്ള മറുപടി ഒന്ന് അത് ക്ലാരിഫൈ ചെയ്യാൻ വന്നതാട്ടോ. നമ്മുടെ സാരിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ സാരിയുമായി ബന്ധപ്പെട്ട് കാണാൻ ഇഷ്ടമില്ലാത്ത നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ, കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാട്ടോ. പക്ഷെ ആർക്കെങ്കിലും ഈ സാരിയൊക്കെ നല്ല ഭംഗിയായിട്ട് ഉടുക്കാനായിട്ട് ചെറിയ ടിപ്സൊക്കെ, അല്ലെങ്കിൽ സാരി ഉടുത്ത് തുടങ്ങുന്നവർക്ക്, അല്ലെങ്കിൽ ഉടുത്താൽ അത്രയും കൂടെ അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ ടിപ്സാണ്. വലിയ വീഡിയോ ഇടുമ്പോൾ അത് കാണാനായിട്ട് ആർക്കും അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചെറിയ ടിപ്സുകൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാരി ഇങ്ങനെ നമ്മുടെ ഫ്ലീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ഫ്ലീറ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് നമുക്കിവിടെ പിൻ ചെയ്ത് ഞെറി ഭംഗിയാക്കാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വണ്ടൂരുള്ള രജനി ബാബു ഒരു സംശയം ചോദിച്ചു, എങ്ങനെയാണ് ഫസ്റ്റ് പ്ലേറ്റ് ചരിച്ച് ഇവിടെ വെക്കുന്നതെന്ന്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാട്ടോ. അപ്പൊ ആർക്കെങ്കിലും അത് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് മാറിപ്പോയിക്കോട്ടെ. നമ്മളിപ്പോ സാധാരണ ഞെറി എല്ലാം കൂടി ഫസ്റ്റ് പ്ലേറ്റും എല്ലാം ഉൾപ്പെടെ നമ്മൾ ഇതേപോലെ പ്രീ പ്ലേറ്റ് ഇട്ടോ അല്ലെങ്കിൽ സാരി എടുക്കുന്ന സമയത്തോ നമ്മൾ ചെയ്യുന്നുണ്ടാവും അല്ലെ. ഇതേപോലെ നമ്മൾ എല്ലാം ഞെറിയും കൂടി ഇങ്ങനെ വെക്കുന്നുണ്ടാവും. അതിൽ ഈ ഒരു സംഭവമാണ് നമ്മളിവിടെ നമ്മുടെ ബ്ലൗസിൽ കണ്ടോ. ഇതിപ്പോ ഇങ്ങനെ വിട്ടോ കുഴപ്പമില്ല, നിങ്ങൾ ഫുള്ള് നമ്മൾ പിൻ ചെയ്ത് ഈ ഒരു പ്ലേറ്റ് നമ്മളിങ്ങനെ വെക്കുന്നു. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് ഇവിടെ നല്ല ഭംഗിയായിട്ടിരിക്കാൻ ഇങ്ങനെ കുറെ ഇറക്കി വെക്കരുത്. ഇങ്ങനെ കുറെ ഇറക്കി വെക്കുമ്പോൾ ഇവിടെ എന്തോ ഒരു ത്രികോണം പോലെ എന്തോ ഒരു ഷേപ്പിൽ കിടക്കും. അത് വേണ്ട. നമുക്ക് ഈ കഴുത്തിന്റെ ഇവിടേക്ക് ഇങ്ങനെ കയറി കിടക്കാതെ, ഇങ്ങനെ കയറി കിടക്കുമ്പോൾ ഭയങ്കര അഭംഗിയാണ്. മാത്രമല്ല വേർപ്പും കാര്യങ്ങളും ഒക്കെ പാടും നമുക്ക് കഴുത്തിനൊരു അസ്വസ്ഥതയായിരിക്കും. അപ്പൊ എപ്പോഴും ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മുടെ ഈ ഷോൾഡർ ഉണ്ടല്ലോ, ഈ ഷോൾഡറിന്റെ ഇവിടെയോ അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ കുറച്ച് ഇങ്ങോട്ട് നീക്കി കുത്തരുത്. നീക്കി കുത്തി കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നിന്റെ ഒരു അസ്വസ്ഥത വരും. ഇവിടെ എവിടെയെങ്കിലും നമുക്കൊന്ന് പിൻ ചെയ്താൽ മതി. അതിപ്പോ അടിയിൽ കുത്തണമെന്നില്ല, നേരിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാം. കുറച്ച് വീതിയിൽ കുത്തിയാൽ സാരിക്കും ബ്ലൗസിനും സേഫ്. കുറച്ചിങ്ങനെ വീതിയിൽ കുത്തിയാൽ ഇങ്ങനെ കുറച്ച് കാണാവുന്ന രീതിയിൽ തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ തുണി എടുത്ത് നമ്മൾ പിൻ ചെയ്താൽ നമുക്ക് സാരിക്കും ബ്ലൗസിനും അത് സേഫ് ആയിരിക്കും. അപ്പൊ അതിവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ നമ്മളിതേ സാധാരണ നമ്മുടെ എല്ലാം ചെറിയും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അത് ഇതുപോലെ നിരത്തി വെക്കുക. കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിയായിട്ട് എല്ലാം വെച്ചതിന് ശേഷം ആ പിന്നെ ഒരു സാധാ നമ്മൾ എവിടെയാണോ കുത്താൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ പിൻ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടോ, ഇത് നല്ല ടൈറ്റ് ആയിട്ട് അവിടെ ഇരിക്കും. ഒരു പ്രത്യേക ഭംഗിയിൽ അങ്ങനെ ഇരുന്നോളും. ബാക്കിയുള്ള ഞെറികളെല്ലാം ഇങ്ങനെ കയറ്റി നമുക്ക് പരമാവധി സേഫായിട്ട് തോന്നുന്നിടത്ത് ബ്ലൗസ് അധികം ഷോൾഡറിന്റെ ഭാഗം കാണാത്ത രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സാരിയുടെ ടിപ്സ്. ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്നു അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പൊ നല്ല ഭംഗിയായിട്ട് ഇതേപോലെ സാരി എടുത്ത് പോകാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.